എന്റെ കുട്ടി പോയി നേരാകട്ടെ ഇത് തോന്നുന്നുണ്ട്. അവന് നേരായി വരട്ടെ വെച്ചിട്ടല്ലേ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടുകൾ വന്നത്. അയൽവാസിയായിട്ട് ഒരാളും പറഞ്ഞു അങ്ങനെ ഗ്രീൻ ജോബായിട്ട് ബന്ധപ്പെട്ടാൽ മതി. കഴിഞ്ഞ ആഴ്ച ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് സെലക്ട് ആയി ഇന്ന് വിസ ഹാൻഡ് ഓവറിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ് അൻസൽ ആൻഡ് ഫാമിലി ഇവിടെ. അൻസലിന്റെ ഉമ്മയും കൂടെയുണ്ട്, നമുക്ക് അവരോട് ചോദിക്കാം. ഹായ് അൻസൽ, എവിടെ സ്ഥലം എവിടെയാണ്? ഒറ്റപ്പാലം. ഒറ്റപ്പാലം. ഓക്കെ, ഉമ്മയാണല്ലേ? എന്താ പേര്? സുലൈഖ. ഓക്കെ. ആരെ കോണ്ടാക്ട് ചെയ്യാറ്? ഉമ്മയാണോ കോണ്ടാക്ട് ചെയ്യാ? അൻസലിനെ കോണ്ടാക്ട് ചെയ്യും. ഓക്കെ ഫൈൻ. ഇത് ആദ്യത്തെ ഇന്റർവ്യൂ ആണോ? ആദ്യത്തെ ഇന്റർവ്യൂവിനെ സെലക്ട് ആയല്ലേ? ഓക്കെ. ഗ്രീൻ ജോബ്സിനെ കുറിച്ച് എങ്ങനെയാ അറിയുന്നത്? ഫാമിലി ഫ്രണ്ട് ആയിട്ട് പരിചയം. ഓക്കെ, ഫ്രണ്ട് വഴിയാണ് അറിയുന്നത്. ഈ ഫാമിലി ഫ്രണ്ട് നമ്മൾ ത്രൂ പോയ ആളാണോ? ആണല്ലേ. ആഹാ, ഓക്കെ. അത് ആക്ച്വലി നമുക്കതൊരു അപ്രിസിയേഷൻ ആണ്. കാരണം ഓൾറെഡി പോയിട്ടുള്ള ആൾക്കാർ ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നതുകൊണ്ടാണല്ലോ വീണ്ടും അവർക്ക് അറിയുന്ന ആൾക്കാർ വരുന്നത്. അയൽവാസിയായിട്ട് ഒരാളും പറഞ്ഞു അങ്ങനെ ഗ്രീൻ ജോബായിട്ട് ബന്ധപ്പെട്ടാൽ മതി, അപ്പോ ശരിയാവുന്നു. അങ്ങനെയാണ് ഞങ്ങള് വന്നത്. എന്റെ ഉപ്പാനോട് ഒരാൾ പറഞ്ഞെടുത്തതാ, അങ്ങനെയും പറഞ്ഞു. അപ്പൊ അവനും ചോദിച്ചു, അപ്പൊ അങ്ങനെയാണ് വന്നത്. നാട്ടിലാണ് ഇത്രയും കാലം വർക്ക് ചെയ്തത്, ഇപ്പോൾ പുറത്തേക്ക് പോകണമെന്ന് തോന്നി, പെട്ടെന്ന് തന്നെ ജോബ് റെഡിയായി. സോ ആസ് എ മദർ എന്ത് തോന്നുന്നു അൻസലിന് പെട്ടെന്ന് തന്നെ ജോബ് റെഡി ആയതുകൊണ്ട്? ഉമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? എന്റെ കുട്ടി പോയി നേരാകട്ടെ ഇത് തോന്നുന്നുണ്ട്. അവന് നേരായി വരട്ടെ വെച്ചിട്ടല്ലേ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടുകൾ വന്നത്. ഒരാളാണോ അൻസൽ? ഒരു മോന്? 2 മോനുണ്ട്. ഒരു മോന് അവിടെ ഉണ്ട്, ഓൾറെഡി ഗൾഫിലാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, വിഷ് യു ബെറ്റർ ഫ്യൂച്ചർ. ഓക്കെ, ശരി.